രാവിലെ ചെറിയൊരു വല വെച്ചിട്ടുണ്ട്. ചെറിയ 2 കുഞ്ഞു റെഡിമെയ്ഡ് നമ്മുടെ കൂടിരിപ്പുണ്ട്. അത് നോക്കാൻ വന്നത്. ഇന്ന് ലേറ്റ് ആയിപ്പോയി. മറ്റേ 4 മണി കഴിയുമ്പോൾ വന്നിട്ട് 5 മണിയായി. ഈ കനാലല്ലേ ചെറിയ ശംഖുവരേൻ്റെ കുഞ്ഞുണ്ട്. അത് എല്ലാ വർഷവും ഇവിടെ ഉള്ളതാണ്. നമ്മൾ പിന്നെ നോക്കിയും കൊണ്ട് നടക്കുന്നതുകൊണ്ട് കല്ലുമുട്ടി പോകുന്നു വെള്ളത്തിൽ കൂടെ. കടത്തി ചെറിയ വരാലും കുഞ്ഞുണ്ട്. ഇഷ്ടത്തിന് ചെറിയ വരാലും അതേ ഉള്ളൂ കൂടുതൽ. അപൂർവമായിട്ടാണ് നമുക്ക് ഒരുമാതിരി കുഴപ്പമില്ലാത്ത മീനെ കിട്ടുന്നത്. ഉണ്ട്, പക്ഷെ അങ്ങനെ എല്ലാം ചെറിയ കാണാൻ പറ്റുമോ? പൊടിക്കല്ലുമുട്ടി പോകുന്നുണ്ടോ? തീരെ ഉണ്ട്. കല്ലുമുട്ടി കുഞ്ഞാ. ഇതൊന്നും വലയിൽ ഉടക്കത്തില്ല. അവരെയൊക്കെ നമ്മൾ വിട്ടിരിക്കുക. വിത്തിനിട്ടിരിക്കുക. വിത്തിന് അടുത്ത വർഷത്തേക്കുള്ള ഇതാ. അങ്ങനെ അവിടെ കൂട് വെച്ചിട്ടുണ്ട്. അതും നോക്കി. ഇവിടെ തന്നെ ഈ വാക്കിന് ചെറിയൊരു കൂട് വെച്ചിട്ടുണ്ട്. അതെടുക്കട്ടെ. അതൊന്നും കാണത്തില്ല. കാര്യം അത് ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് വന്ന് ഈ പൊടി വരാലോ ചെറിയ പൊടിമീൻ വല്ലതും കയറിയെങ്കിലേ ഉള്ളൂ. പക്ഷേ അതിനകത്ത് ചിലപ്പോൾ അതിൻ്റെ മേളിൽ കൂടെ ചാടും. ഭയങ്കര ഇതിവിടെ എല്ലാം കൂടെ വെച്ചിട്ട് അങ്ങോട്ട് പോയി നോക്കിയിട്ട് വരാം. ഇല്ല, എനിക്കറിയാം. ഒന്നും കാണത്തില്ല. ഒന്നുമില്ല. അവിടെ കൂട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നലെ അതിനകത്ത് സൂപ്പ് 2 വരാലുണ്ടായിരുന്നു. ഇന്ന് കാണാൻ വഴിയുണ്ടോയെന്ന് സംശയമാണ്. ഒന്നര റെഡിമെയ്ഡ് കൂടല്ലേ. ഏതെങ്കിലും ഒരു ആമ കയറി കഴിഞ്ഞാൽ അതിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. അങ്ങനെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ കൂട്ടിൽ. ഇന്ന് ഒരനക്കമില്ല. പക്ഷെ ഇന്നലെ നല്ല അനക്കണം. ഒന്നുമില്ല, ഒരു സാധനമില്ല. സ്വോത്രം ഒന്നുമില്ല. എനിക്കറിയാം ഇന്നൊന്നും കാണത്തില്ലെന്ന്. കാണാന്തറിയാമോ? അവിടുന്ന് വെള്ളം കാലിക്കണം. വെള്ളം കാലിക്കുകയാണെങ്കിൽ ഈ കണ്ടത്തിൽ കിടക്കുന്ന മീനെല്ലാം അപ്പുറത്തെ പോറ്റക്കടി കുഴിയുണ്ട്. കുഴിക്കകത്തോട്ട് ഇറങ്ങാൻ പോകും. അങ്ങനെ കയറുള്ളൂ. കഴിഞ്ഞ ദിവസം ഞാൻ ഒന്ന് കുറച്ച് മീൻ പിടിച്ചതാണ്. അപ്പുറത്തൊരു കൂടുണ്ട്, നമ്മുടെ പ്രതീക്ഷയുള്ള കൂട്. ഒന്നാമത്തെ കാര്യം, ഇങ്ങനെ കൂടൊക്കെ വെക്കുമ്പോൾ ആര് കൂട് വെച്ചാലും പോയി നോക്കുമ്പോൾ കൈയിട്ട് പെട്ടെന്ന് പോയി എടുക്കരുത്. കാരണം നമുക്ക് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന വെള്ളത്തിൽ ഇറങ്ങി അങ്ങനെ പരിചയമില്ലാത്ത ആൾക്കാരുണ്ട്. അവർ ഇഴഞ്ഞതിനകത്ത് പോയി കയറും. മനസ്സിലായോ? അന്നേരം അവരിങ്ങനെ അഗ്രസീവായിട്ട് മേല് നോക്കി എങ്ങനെ രക്ഷപ്പെടണമെന്ന് പറഞ്ഞ് കിടക്കും. അപ്പോൾ ഇതിൽ കൈ വെച്ച് കഴിയുമ്പോൾ കയറി കടിച്ച് കളയും. വെറുതെ റിസ്ക് എടുക്കരുത്. മീൻ നമുക്ക് നാളെ പിടിക്കാം. മീൻ ഇവിടെ കിടക്കില്ല. ഇവിടെ പാന ഇവിടെ സൂക്ഷിച്ചും കണ്ട് സേഫായിട്ട് പോവുക. പിന്നെ നമ്മളൊക്കെ വർഷങ്ങളായിട്ട് മീൻ പിടിക്കുന്ന സ്ഥലങ്ങളൊക്കെ അല്ല. പിന്നെ കലക്കലാണോ? ഇതെല്ലാം ഉണ്ടായാൽ മതിയായിരുന്നു. നോക്കട്ടെ, എടുക്കുമ്പോൾ അറിയാം. ചാട്ടമൊന്നുമില്ല, അപ്പോൾ ഒന്നും കാണത്തില്ല. ചാട്ടമൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രതീക്ഷിക്കാം. ഒന്നുമില്ല. ഒരു വരാൽ കിടപ്പുണ്ട് കേട്ടോ. ഭാഗ്യമുണ്ട്. ഒരു വരാൽ കിടപ്പുണ്ട്. ഒറ്റ വരാൽ. കുഴപ്പമില്ലാത്ത ഒരു വരാൽ. കയ്യോടെല്ലാം ഇങ്ങനെ ചാടിപ്പോവും. ഒറ്റ വരാൽ. കുഴപ്പമില്ല. ഒരു 1/4 കിലോ ഉള്ള സാധനം. വലയ്ക്ക് കൂടുതൽ നശിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. ഞാൻ മറ്റേ പെട്ടെന്ന് മാറ്റട്ടെ. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് ചാടി പോയാ കയ്യിൽ എടുത്ത കൂട്ടത്തിൽ കയ്യിൽ നിന്ന് ചാടിപ്പോയി. അതാ സഹിക്കാൻ വയ്യാത്ത. ഇനി വല നോക്കാൻ പോണേ. ഇനി നമുക്ക് വല നോക്കാൻ പോകാം. 2 കൂടിൻ്റെ പരിപാടി കഴിഞ്ഞ് 3 കൂട്. അപ്പോൾ അതിനകത്തൊന്നും 2 എണ്ണത്തിനകത്തൊന്നും ഇല്ലായിരുന്നു. ഒന്നിനകത്ത് ഒരു വരാലിനെ കിട്ടി. നമുക്കിനി വല നോക്കാൻ പോകാം.
വരാലൊരെണ്ണം ഉണ്ടായിരുന്നതിനെ പുളകൻ അടിച്ചടിച്ചടിച്ചടിച്ച് ഈ പരുവായി. പഴുത്ത് പോലും ഇല്ലായിരുന്നു, കണ്ടോ. അതിന് തലയൊക്കെ തിന്ന്. അത് ഇന്നലെ രാത്രി പോയി നോക്കിയിരുന്നെങ്കിൽ കൊണ്ടുവരായിരുന്നു. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഊരി എടുക്കണമല്ലോ ഇനി എല്ലാം കൂടി. ഒരു ചെറിയ ഞൊട്ടാനും കൂടെ അങ്ങോട്ട് ഇവിടെ കിടപ്പുണ്ടായിരുന്നു. നീ കണ്ടോ പിള്ളേരെ, അവിടെ നിന്ന് ചാടി വെള്ളമായാൽ നല്ലതായിരുന്നു. എന്നാ